ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് ശരിക്കും കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വേണം. ഞാനിവിടെ ചിക്കൻ ചെറുതായിട്ട് പീസുകളാക്കി എടുത്ത ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാല പൗഡറും കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചറും 1 ടീസ്പൂൺ ഗാർലിക്കും നൈസായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഒന്ന് ഉടച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സമോസ ഷീറ്റാണ്. ഞാനിവിടെ കുറച്ച് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്ലൂ ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റോൾ ചെയ്ത ഓരോന്നും ഇതുപോലെ കൈയുടെ സെൻറ്ററിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്ത് ഇതുപോലെ മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കുക. സൈഡെല്ലാം നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.